എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് മടിയന്മാരുടെ മനഃശാസ്ത്രത്തെക്കുറിച്ചാണ്. മടി എല്ലാവർക്കും ഉണ്ടായിരിക്കും, പക്ഷെ കുറച്ച് കൂടിയ അളവിൽ കാണുന്ന ആളുകളെയാണ് നമ്മൾ പൊതുവെ മടിയന്മാർ എന്ന് പറയാറ് അല്ലേ. പക്ഷേ അവരുടെ മടിക്ക് പിന്നിൽ ഒരു കാരണമുണ്ട്. അത് എന്താണെന്ന് കണ്ടെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ മടി മാറ്റിയെടുക്കാനായിട്ട് കഴിയും. പ്രധാനമായും 7 തരത്തിലുള്ള മടികളാണുള്ളത്. എന്തുകൊണ്ടാണ് ആളുകൾ മടി പിടിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാക്ക് ഓഫ് ക്ലിയർ ഗോൾസ് ആണ്. എന്ത് ചെയ്യണം, ജീവിതത്തിൽ എന്ത് അച്ചീവ് ചെയ്യണം എന്നുള്ളൊരു കറക്റ്റായൊരു ലക്ഷ്യം ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണമെന്നറിയില്ല. എന്തെങ്കിലുമൊക്കെ ഒരു കറക്റ്റായ ലക്ഷ്യം ഉണ്ടെങ്കിലല്ലേ നമുക്ക് അതിനു വേണ്ടി പ്രവർത്തിക്കാൻ കഴിയുള്ളൂ. ചിലർക്ക് ലക്ഷ്യം ഉണ്ടെങ്കിലും അതെങ്ങനെ തുടങ്ങണമെന്നറിയില്ല. അതിനേക്ക് ആദ്യമായിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്നറിയില്ല. അപ്പോൾ നമ്മൾ ഇതിനു വേണ്ടി ചെയ്യാവുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ആദ്യം ഒരു ക്ലിയർ ആയിട്ടുള്ളൊരു ഗോള്, ഒരു ലക്ഷ്യം, ജീവിതത്തിൽ എനിക്ക് ഇന്ന കാര്യം നേടണം എന്നൊരു ലക്ഷ്യം ആദ്യം ഉണ്ടാക്കുക. അതിനുശേഷം അതിന് വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ സ്റ്റെപ്പായിട്ട് തുടങ്ങുക. വളരെ നിസ്സാരമായിട്ടൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങൾക്കിപ്പോൾ വെയിറ്റ് കുറയ്ക്കണം എന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്കൊരു 10 കിലോ വെയിറ്റ് കുറയ്ക്കണം, അല്ലെങ്കിൽ ഒരു 5 കിലോ വെയിറ്റ് കുറയ്ക്കണം എന്ന് നിങ്ങൾ കരുതുകയാണെങ്കിൽ, അതന്നെ ഇങ്ങനെ ആലോചിച്ച് സമയം കളയുന്നതിന് പകരം ആദ്യം തന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾ തുടങ്ങുക. അതിനെന്ത് ചെയ്യണം, നിങ്ങൾ എപ്പോഴും ഫുഡിൻ്റെ ക്വാളിറ്റി കൂട്ടിയിട്ട് ക്വാണ്ടിറ്റി കുറയ്ക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ഡിന്നറൊക്കെ ഒരു നേരത്തെ ആക്കാൻ ശ്രമിക്കുക. സാധാരണ നിങ്ങൾ 9 മണിക്കും 10 മണിക്കൊക്കെ ഡിന്നർ കഴിക്കുന്ന ആളുകളാണെങ്കിൽ അത് 7 മണിക്ക് മുമ്പ് ആക്കാനായിട്ട് ശ്രമിക്കുക. പതുക്കെ കുറേശ്ശെയായിട്ട് മുന്നോട്ട് കൊണ്ടുവന്നാൽ മതി. പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും എക്സസൈസ് ചെയ്യാൻ തുടങ്ങുക. ഒന്നുമില്ലെങ്കിൽ നിങ്ങളൊരു 10,000 സ്റ്റെപ്പ് ഡെയിലി നടക്കാൻ, അത് നിങ്ങൾക്ക് ചിലപ്പോൾ തുടക്കത്തിൽ തന്നെ സാധിച്ചൊന്നും വരില്ല. അപ്പോൾ ആദ്യം ഒരു 5,000 സ്റ്റെപ്പായിട്ട് തുടങ്ങുക. അങ്ങനെ നിങ്ങൾ ഡെയിലി ചെയ്ത് തുടങ്ങുക. അങ്ങനെ ഓരോ ചെറിയ ചെറിയ സ്റ്റെപ്പുകളായിട്ട് നിങ്ങളത് കൺസിസ്റ്റൻ്റായിട്ട് കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളെ ലക്ഷ്യം എന്തായിരുന്നോ ആ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ പതിയെ എത്തിപ്പെടും. ആക്ഷനിലൂടെ ക്ലാരിറ്റി കണ്ടെത്താൻ ശ്രമിക്കുക. ചിലപ്പോൾ നമ്മൾ മനസ്സിലിങ്ങനെ ആലോചിച്ച് കൂട്ടുമ്പോൾ നമുക്ക് ഒന്നിനും ഒരു ക്ലാരിറ്റി കിട്ടില്ല, എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അപ്പോൾ നമ്മൾ പ്രവർത്തിക്കാൻ തുടങ്ങുക, ആക്ഷൻ എടുത്ത് തുടങ്ങുക. അപ്പോൾ നിങ്ങൾക്ക് പതുക്കെ അത് ക്ലിയർ ആയി തുടങ്ങും. എന്ത് ചെയ്യണമെന്നും എന്താണ് നമ്മുടെ മനസ്സിൽ നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നത്, അതിലേക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള ഒരു ക്ലാരിറ്റി ചിലപ്പോൾ നിങ്ങൾ ആലോചിച്ചാൽ കിട്ടാത്ത ആ ക്ലാരിറ്റി നിങ്ങൾ ചെയ്തു തുടങ്ങുന്നതിലൂടെ കിട്ടും. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിയർ ഓഫ് ഫെയിലിയറും ഫിയർ ഓഫ് ജഡ്ജ്മെൻറ്റുമാണ്. ഒന്ന് നമ്മുടെ ഉള്ളിൽ തന്നെ തോന്നും, എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ തുടങ്ങി ഞാൻ തോറ്റുപോയാലോ, ഞാൻ കുറേ എഫേർട്ട് എടുത്ത് കുറേ കാര്യങ്ങൾ ചെയ്ത് എന്നിട്ട് എനിക്കത് അച്ചീവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ, അതുമാത്രമല്ല ഇത് അറിയുന്ന ആളുകൾ നമ്മളെ കളിയാക്കുകയും ചെയ്യില്ലേ, പിന്നെ അത് ചെയ്യാൻ പോയി ഇത് ചെയ്യാൻ പോകുന്നു പറഞ്ഞിട്ട് ഒന്നും നടന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകൾ നമ്മളെ ജഡ്ജ് ചെയ്യും, നമുക്കൊരു കഴിവില്ല എന്നുള്ളത്. പിന്നെ നമ്മുടെ ഉള്ളിൽ തന്നെ തോന്നും നമുക്കൊരു കഴിവില്ല, നമുക്കത് അച്ചീവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ. അപ്പോൾ തോൽക്കുമോ എന്നുള്ള പേടി, തോറ്റു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആളുകൾ നമ്മളെ എങ്ങനെ കാണുമെന്നുള്ള പേടി. അപ്പം അങ്ങനെ മറ്റുള്ളവരുടെ ജഡ്ജ്മെൻറ്റിനെയും അവനവൻ്റെ ഒരു ഉള്ളിലുള്ള തോൽക്കും എന്നുള്ള പേടിയും അതെല്ലാം കൊണ്ട് മടി പിടിച്ചിരിക്കുന്ന ആളുകളുണ്ട്. ഇങ്ങനെ പേടിച്ചൊന്നും ചെയ്യാതിരിക്കുന്ന ആളുകൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു തോൽവിനെ ഒരിക്കലും ഒരു തോൽവിയായി കാണാതിരിക്കുക. അത് നമുക്കൊരു ഫീഡ്ബാക്കായി കാണുക. കാരണം ഓരോ പ്രാവശ്യം തോൽവി സംഭവിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക എന്തുകൊണ്ട് തോറ്റു എന്ന് ചിന്തിക്കുക. അപ്പോൾ നമ്മുടെ മിസ്റ്റേക്കുകൾ നമുക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയും. മറ്റുള്ളവർ പറയുന്നതിനെ ഒന്നും കാര്യമാക്കാനില്ല, നമ്മൾ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഓരോ പ്രാവശ്യം തെറ്റുപറ്റുമ്പോഴും നമുക്ക് മനസ്സിലാവും ഇന്ന കാര്യം കൊണ്ടാണ് ഞാൻ തോറ്റത്, ഇന്ന സ്ഥലത്താണ് എനിക്ക് പിഴവ് പറ്റിയത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമല്ലോ. അത് തന്നെ ഇമ്പ്രൂവ്മെൻറ്റിനുള്ള ഓരോ പുതിയ സ്റ്റെപ്പുകളാണ്. പിന്നെ മടി പിടിക്കാനുള്ള ഒരു കാരണമാണ് ഫിസിക്കൽ ആൻഡ് മെൻ്റൽ എക്സോഷൻ എന്ന് പറയും. ടയേർഡ്നെസ്, ഭയങ്കരമായിട്ട് ക്ഷീണിക്കുന്നത് പോലെ തോന്നുക, എനിക്കിനി ഒന്നും ചെയ്യാനുള്ള ഒരു എനർജി ഇല്ല എന്ന് തോന്നുക. അതെന്തുകൊണ്ടാണ് തോന്നുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടായിരിക്കും, ഒരുപാട് അധ്വാനിക്കുന്നുണ്ടായിരിക്കും, നമുക്കൊരു ലക്ഷ്യം ഉണ്ടായിരിക്കും, അതിനുവേണ്ടി ഓടി നടക്കുന്നുണ്ടായിരിക്കും. പക്ഷേ അതിൻ്റെ ഇടയിൽ, ആ ഹാർഡ് വർക്കിൻ്റെയൊക്കെ ഇടയിൽ നമുക്ക് നമ്മളെ സെൽഫ് കെയർ ചെയ്യാനായിട്ടൊരു സമയം നമ്മൾ മാറ്റി വെക്കുന്നുണ്ടായിരിക്കില്ല. അപ്പോൾ കുറേ ദിവസങ്ങളോളം നമ്മൾ ഇതിനു വേണ്ടി ഓടുമ്പോൾ നമുക്ക് തന്നെ ആകെ ഒരു മടുപ്പും, നമുക്ക് വയസ്സായി എന്നൊക്കെ അങ്ങ് തോന്നാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ എന്ത് ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് എത്ര തന്നെ ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിലും അതിൻ്റെ ഇടയിൽ കുറച്ച് സമയം സെൽഫ് കെയറിന് വേണ്ടിയിട്ടും കണ്ടെത്തണം. എങ്കിൽ മാത്രമേ നമുക്കത് ലോങ് ടേമിലേക്ക് കൊണ്ടുപോകാനായിട്ട് കഴിയുള്ളൂ. പിന്നെ മടി പിടിച്ചിരിക്കാനുള്ള ഒരു കാരണമാണ് ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ്. ഒരു ബോറടിക്കുന്നത് പോലെ തോന്നും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇഷ്ടമുള്ള കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കില്ല നമ്മൾ സമയം ചെലവഴിക്കുന്നുണ്ടായിരിക്കുക. ഒന്നുമില്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ നിർബന്ധിച്ചുകൊണ്ട്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു പ്രസ്റ്റീജ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇഷ്ടമില്ലാത്ത
ഇഷ്ടമല്ലാത്തൊരു കാര്യമായിരിക്കും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കേണ്ടാവുക. മറ്റുള്ളവരുടെ വില കിട്ടാൻ വേണ്ടിയിട്ടുള്ള, അവരുടെ മുമ്പിൽ നല്ല ആളാവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗോളായിരിക്കും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുക. അല്ലാതെ നമ്മുടെ പാഷനോ നമ്മുടെ ഇഷ്ടമോ നമ്മുടെ ഇൻട്രസ്റ്റോ ഒന്നും നോക്കിയിട്ടായിരിക്കില്ല നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടായിരിക്കും നിങ്ങളിങ്ങനെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഒരു മോട്ടിവേഷൻ ഇല്ലാത്തതുപോലെ തോന്നും, ചെയ്യാൻ തോന്നില്ല, അങ്ങനെയൊക്കെയുള്ള പകുതിക്ക് വെച്ച് നിർത്താനുള്ള കാരണമായിരിക്കും. പിന്നെ ഒന്ന് തുടർന്ന് അങ്ങോട്ട് ചെയ്യാൻ തോന്നാതെ ആ ഒരു മടി പിടിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവും. നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ളൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ പരിശ്രമിക്കുന്നതെങ്കിൽ നമുക്കതൊരിക്കലും ബോറടിക്കില്ല, നമുക്ക് മടി തോന്നില്ല, നമ്മൾ എത്ര കാലം വേണമെങ്കിലും അതിനു വേണ്ടി പരിശ്രമിക്കും. പിന്നെയുള്ളൊരു കാരണമാണ് റിഗ്രറ്റ് എന്ന് പറയും, പശ്ചാത്താപം. മുമ്പ് കുറേ അവസരങ്ങൾ ഉണ്ടായിട്ട് ഞാനതൊക്കെ പാഴാക്കി കളഞ്ഞു, ഇനിയിപ്പോൾ ഈ വയസ്സുകാലത്ത് ഞാനിത് എങ്ങനെ ഇത്ര ലേറ്റായിട്ട് എങ്ങനെയാണ് ഇത് തുടങ്ങുക എന്ന് വിചാരിച്ച് നമ്മളാകെ ഒന്നും ചെയ്യാതെ ഇനി കഴിഞ്ഞു, സമയം കഴിഞ്ഞു, ഇനി ഒന്നിനുള്ള സമയം എനിക്കില്ല എന്നൊക്കെ കരുതിയിട്ട് മടി പിടിച്ചിരിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ ഇറ്റ്സ് നെവർ ടു ലേറ്റ് എന്നാണ് പറയുക. ഒരിക്കലും നമുക്ക് ശ്വാസമുണ്ടോ നമുക്ക് പരിശ്രമിക്കാവുന്നതാണ്, ഏത് ലക്ഷ്യത്തിന് വേണ്ടിയിട്ടും ഏത് പുതിയ കാര്യത്തിന് വേണ്ടിയിട്ടും. കഴിഞ്ഞു പോയ ഓപ്പർച്യൂണിറ്റികൾ നമ്മൾ മിസ്സാക്കി എന്ന് കരുതിയിട്ട് അതിൽ പശ്ചാത്തപിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. ഓരോ ദിവസവും ഒരു പുതിയ തുടക്കമായിട്ട് കാണുക. ഒരിക്കലും നമ്മൾ നേരം വൈകുന്നില്ല. ഇപ്പം നമുക്ക് സമയമുണ്ടെങ്കിൽ അത് തന്നെ നമുക്ക് പുതിയതായി എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു സമയമാണ്. പിന്നെ മടി പിടിക്കാനുള്ള ഒരു കാരണമാണ് എസ്കേപ്പിംഗ് റെസ്പോൺസിബിലിറ്റീസ്. ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാതെ അതിനെയൊക്കെ ഇങ്ങനെ അവോയ്ഡ് ചെയ്ത് വിടും. കാരണം എന്തെങ്കിലുമൊക്കെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ അതിന് വേണ്ടി നമുക്ക് ഒരുപാട് പരിശ്രമിക്കേണ്ടി വരും, നമ്മുടെ സമയം എനർജി എല്ലാം അതിന് വേണ്ടിയിട്ട് ചിലവഴിക്കേണ്ടി വരും. അപ്പോൾ ഇപ്പോഴുള്ള ഈ കംഫർട്ട് സോണിൽ നിന്ന് നമുക്ക് പുറത്ത് കിടക്കേണ്ടി വരും. അത് ഇഷ്ടമില്ലാത്തത് കൊണ്ടും പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ഏറ്റെടുത്ത് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതിനെന്തെങ്കിലുമൊക്കെ പാകപ്പിഴകൾ വന്നു കഴിഞ്ഞാൽ എല്ലാവരും നമ്മളെ വിമർശിക്കാനൊക്കെ തുടങ്ങില്ലേ, അതിനും നിനക്കുണ്ടാവും. ഒന്നും ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ ആരുടെയും കുറ്റപ്പെടുത്തലും കേൾക്കേണ്ടി വരില്ല, നമുക്ക് ഓടി നടന്ന് കഷ്ടപ്പെടേണ്ടിയും വരില്ല. അങ്ങനെയുള്ള ആളുകൾ ചിന്തിക്കുക, ഇപ്പോൾ ഞാൻ എങ്ങാനും അത് ഏറ്റെടുത്ത് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ മാക്സിമം എന്ത് സംഭവിക്കും എന്നുള്ളതിനെപ്പറ്റി ചിന്തിക്കുക. അപ്പോൾ നമ്മുടെ ആ പേടി അങ്ങോട്ട് മാറും. എന്തുകൊണ്ട് ചെയ്യണ്ടെന്ന് വിചാരിച്ച് നമ്മൾ ഇരിക്കുന്നു, അതിൻ്റെ ഏറ്റവും അറ്റത്തെ എക്സ്ട്രീം ലെവലിൽ ചിന്തിക്കുക. ഇത് അങ്ങനെ പാളിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ആകെ പ്രശ്നമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ആകെ മെസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളത് ചിന്തിക്കുക. അപ്പോൾ ആ മാക്സിമം ലെവൽ ഉന്നത ഉണ്ടാവുള്ളൂ എന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് എന്തെങ്കിലും ഏറ്റെടുത്ത് ചെയ്യാനോ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനോ അതിനുവേണ്ടി ഇറങ്ങി പുറപ്പെടാനൊന്നും യാതൊരു മടിയും തോന്നില്ല. പിന്നെയുള്ളതാണ് ഐഡൻറ്റിറ്റി ക്രൈസിസ് എന്ന് പറയും. നമ്മൾ തന്നെ നമ്മളെ പറ്റി ഒരു ബോധം നമ്മുടെ മനസ്സിലുണ്ടാക്കി വെക്കും. ഞാനൊരു മടിയനാണ്, എന്നെ കൊണ്ടൊന്നും അത് സാധിക്കില്ല, അവരൊക്കെ ഓടി നടന്ന് ചെയ്യേണ്ട, അവരുടെ ക്യാരക്ടർ അങ്ങനെയാണ്, ഞാൻ അങ്ങനെയല്ല, എനിക്ക് മടിയാണ്, എന്നെ കൊണ്ട് സാധിക്കില്ല എന്നൊക്കെ സ്വയം നമ്മളങ്ങ് ചിന്തിച്ച് വെക്കുകയാണ്. അങ്ങനെയുള്ള നമ്മൾ സ്വയം ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഐഡൻറ്റിറ്റി ഉണ്ടായിരിക്കും നമുക്ക്. അത് ചിലപ്പോൾ സത്യമായി കൊള്ളണമെന്നൊന്നുമില്ല, നമുക്കൊരവസരം കിട്ടാത്തത് കൊണ്ടായിരിക്കും. ഒരവസരം വരുമ്പോൾ ചിലപ്പോൾ നമ്മൾക്ക് ഒരുപാട് കഴിവുകളുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു തുടങ്ങിയാലാണ് നമുക്ക് മനസ്സിലാവുള്ളൂ നമ്മൾ എത്രത്തോളം ക്യാപ്പബിളാണ് എന്നുള്ളത്. ഇപ്പം നിങ്ങളൊരു മടിയനാണ് എന്ന് നിങ്ങളുടെ ഉള്ളിൽ തന്നെ അങ്ങനെ ഒരു ചിന്തയുണ്ടെങ്കിൽ അത് മാറ്റാനായിട്ട് ഓരോ ദിവസവും പ്രൊഡക്റ്റീവായ എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തിട്ട് തുടങ്ങുക. അപ്പോൾ ഓരോ കാര്യം ചെയ്ത് കഴിയുമ്പോഴും നമുക്ക് തോന്നും അത്ര മടിയൊന്നുമില്ല, ഞാൻ ഇന്ന് ഇന്ന കാര്യങ്ങൾ ചെയ്തു എന്നൊരു തോന്നൽ നമ്മുടെ ഉള്ളിൽ വരും. അപ്പോൾ നമ്മുടെ മനസ്സിൽ നമ്മളൊരു മടിയനാണ് എന്നുള്ള ചിന്ത പതുക്കെ പതുക്കെ മാറിക്കിട്ടും. അപ്പോൾ എപ്പോഴും നമ്മളെപ്പറ്റി ഒരു മോശം ചിന്താഗതിയാണ് നമ്മുടെ ഉള്ളിലുള്ളതെങ്കിൽ അത് മാറ്റിയിട്ട് നമ്മൾ എന്തായി തീരണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അതിലേക്കുള്ള ചുവടുകൾ വയ്ക്കുക, അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുക. ഇപ്പോൾ എനിക്ക് നേരത്തെ എണീക്കാനൊന്നും കഴിയില്ല, എനിക്ക് ഭയങ്കര മടിയാണ്, എന്നെക്കൊണ്ടൊന്നും സാധിക്കില്ല എന്നൊരു ചിന്ത നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ പതുക്കെ നമ്മൾ സാധാരണ ഉണരുന്നതിനേക്കാൾ ഒരു 15 മിനിറ്റ് നേരത്തെ അലാറം വെച്ച് ഉണരാൻ ശ്രമിക്കുക. അങ്ങനെ ഒരാഴ്ച പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായും ആ നേരത്തെ ഉണരാൻ കഴിയും. അത് കഴിഞ്ഞ് പിന്നെ ഒരു 15 മിനിറ്റ് നേരത്തേക്ക് അങ്ങനെ ചെറിയ ചെറിയത്. അല്ലാതെ ഇപ്പം ഇന്ന് 10 മണിക്ക് ഉണരുന്ന ഒരാൾ നാളെ 5 മണിക്ക് എണീക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ സെറ്റ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും ആ ഗോൾസ് അച്ചീവ് ചെയ്യാൻ കഴിയില്ല. അത് 2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ആ പഴയ റൊട്ടീനിലേക്ക് തന്നെ തിരിച്ചു പോകും. അപ്പോൾ ചെറിയ ചെറിയ ഗോളുകളൊക്കെ സെറ്റ് ചെയ്തിട്ട് അത് അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുക. പ്രൊഡക്റ്റീവായ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തു തുടങ്ങുക. അപ്പോൾ നമുക്ക് തന്നെ നമ്മളെ പറ്റിയുള്ള ആ ബോധ്യം അങ്ങോട്ട് മാറും. ഞാൻ അത്ര മടിയണമെന്നല്ല, ഞാൻ വിചാരിച്ചാൽ എന്നെക്കൊണ്ട് സാധിക്കും എന്നൊരു ചിന്ത നമ്മുടെ ഉള്ളിലേക്ക് തന്നെ വരും. അങ്ങനെ നമുക്ക് സ്വയം മോട്ടിവേറ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഇതിൽ ഏത് തരം മടിയാണ് നിങ്ങൾക്കുള്ളത് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. അതിനുശേഷം അതിനെ ഓവർകം ചെയ്യാനുള്ള ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ എടുത്ത് തുടങ്ങുക. അങ്ങനെ ആ മടി നമുക്ക് പൂർണ്ണമായും മാറ്റാനായിട്ട് കഴിയും.